മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. വളരെ ദുഃഖത്തോടു കൂടി ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റാണ് ഇത്. കെ ജെ ബേബിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ് ഇത്. താൻ സത്യം എന്ന് കരുതിയതുമായി നിരന്തരമായി ധീരമായ പരീക്ഷണം നടത്തിയ ഒരാളാണ് കെ ജെ ബേബിയുടെ നിര്യാണത്തോടെ നമ്മുടെ പൊതുജീവിതത്തിൽ നിന്നും ഇല്ലാതായിരിക്കുന്നത്. സത്യം, ധീരത, പരീക്ഷണം എന്നീ 3 വാക്കുകൾ സശ്രദ്ധം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ആദ്യത്തെ വാചകത്തിൽ തന്നെ ഉപയോഗിച്ചത്. ബേബിയുമായി ദീർഘകാലത്തെ സൗഹൃദമുണ്ടായിരുന്ന എം ജി ശശിയുമായുള്ള ഒരു സംഭാഷണമാണ് ഈ ആദരാഞ്ജലിയായിട്ട് ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചലച്ചിത്രകാരനായ എം ജി ശശി കനവുമലയിലേക്ക് എന്ന ചലച്ചിത്രം, കെ ജെ ബേബിയും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ചലച്ചിത്രം സംവിധാനം ചെയ്ത ആൾ കൂടിയാണ് അദ്ദേഹം. ബേബിയുമായി വളരെ വളരെ കാലത്തെ നീണ്ട പരിചയം ഉണ്ടായിരുന്നയാളാണ്. സ്വാഗതം ഈ പോഡ്കാസ്റ്റിലേക്ക് ശശി. നമസ്കാരം. അപൂർണ എന്നതായിരുന്നു ബേബിയുടെ ആദ്യത്തെ നാടകത്തിൻ്റെ പേര്. പക്ഷേ ഒരു പൂർണ്ണ ജീവിതം അവസാനിക്കുകയായിരുന്നു ബേബിയുടേത് എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അദ്ദേഹം സത്യമെന്ന് കരുതിയ ഒരു കാര്യവുമായി ധീരമായ പരീക്ഷണത്തിൽ ഏർപ്പെടുകയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ആ ധീരത വിടാതെ ആ പരീക്ഷണം തുടരുകയും ചെയ്തയാളാണ് ഇപ്പോൾ നമ്മിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്താണ് ശശിക്ക് പറയാനുള്ളത്? ബേബിയെ കുറിച്ച് പറയുമ്പോൾ 43 വർഷങ്ങളിലെ ഓർമ്മയാണുള്ളത്. ഈ പറഞ്ഞ നമ്മൾ ചില സത്യം, ധീരത എന്നൊക്കെ പറഞ്ഞു അതിനുവേണ്ടിയുള്ള സമർപ്പണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ബോധപൂർവം ഇത്തരം വാക്കുകളൊക്കെ ആലോചിച്ചിട്ടോ അതിന്റെ സിദ്ധാന്തങ്ങൾ ആലോചിച്ചിട്ടോ അല്ല ബേബിയുടെ യാത്ര ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനുള്ളതാണത്. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള നമ്മളെ സൈദ്ധാന്തിക കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു ആവശ്യമൊന്നും ബേബിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ അപൂർണ എന്നുള്ള നാടകത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് പൂർണ്ണമാകുന്ന ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള വലിയ സങ്കല്പത്തിലേക്കാണ്, സ്വപ്നങ്ങളിലേക്കാണ്, കനവിലേക്കാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. എനിക്ക് തോന്നിയതൊരു, ഞാനിപ്പോൾ ഇന്ന് ആലോചിക്കുകയായിരുന്നു, വളരെ സർഗാത്മകമായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന വൈകാരികതയുടെ എക്സ്ട്രീംസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ സർഗാത്മകമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് അതിന്റെ കൂടെ തന്നെ മറുവശമായിട്ടുള്ള ജീവിതത്തിനോടുള്ള പ്രണയം പോലെ തന്നെ ജീവിത നിരാസവും ഒരു പക്ഷെ കൂടെ കൊണ്ടു നടക്കേണ്ടി വന്നിരിക്കാം. അപ്പൊ ആ തരത്തിലാണ് ബേബിയേട്ടന്റെ ഒരു യാത്രയിൽ നമുക്ക് പറയുന്നപ്പോൾ കുറെ കാര്യങ്ങൾ പറയാം. എനിക്ക് നിശ്ചയമായി തോന്നുന്ന കാര്യം ചെർലിയച്ചിയുടെ ഒരു 1.5 വർഷം മുമ്പുള്ള മരണം, വളരെ ആകസ്മികമായിട്ടുള്ള, അപ്രതീക്ഷിതമായിട്ടുള്ള, അനവസരത്തിൽ എന്ന് പറയാവുന്ന രീതിയിലൊരു മരണം. അപ്പോൾ ബേബിയേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ കനവിലൊരു വിളക്ക് വെക്കാൻ പോയതാണ്, ഒരു തിരി കൊടുത്താൻ പോയതാണ്, പോയി തിരിച്ചു വന്ന് അധികം താമസിയാതെ ഷെല്ലി പോയി എന്ന് പറയുന്നു, ഷെല്ലിയമ്മ. അപ്പൊ അതുണ്ടാക്കിയുള്ള വലിയൊരു ആഘാതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാക്കി കാലങ്ങളിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ട്, പിന്നീടുള്ള സമയം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചോളം, ഒരു ആർട്ടിസ്റ്റ്, മറ്റ് പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, അദ്ദേഹം ലൈം ലൈറ്റിലെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ എന്നും ജനങ്ങൾക്കിടയിലാണ് ജീവിച്ചിട്ടുള്ളത്. പാട്ടുപാടിയിട്ടും നാടകം ചെയ്തിട്ടും ചിലപ്പോൾ നോവൽ എഴുതുകയായിരിക്കാം. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് മുഴുവൻ ജനങ്ങൾക്കിടയിലായിരുന്നു. അപ്പൊ ഒരുപക്ഷെ ഈ കാലം മാറുമ്പോൾ, ഇപ്പൊ എന്റെയും നമ്മുടെയൊക്കെ മക്കൾക്ക് ഒരുപക്ഷെ ബേബി ആരാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൊള്ളുന്നില്ല. അങ്ങനെയാണ് പിന്നീട് മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്പേസിൽ സ്വന്തം ഇടം ഇല്ലാതാകുന്നുള്ള തോന്നലിന്റെ ഒരു ആഘാതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ പറയുന്ന കുടുംബപരവും മക്കളുടെ കാര്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാവാം.
പക്ഷെ അതിന് ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒരു അർത്ഥവും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരാൾ മരിക്കാനുള്ള കാരണം എന്താണെന്ന് അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം തീരുമാനിച്ച് ഉറപ്പിച്ച് നമ്മളെ വിട്ടു പോയതാണ്. അത് എന്താ പറയാ, റൊമാൻറ്റിക് റെവല്യൂഷണറീസ് അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഇത്തരം കാൽപ്പനികമായ സ്വപ്നങ്ങൾ കാണുകയും നടപ്പാക്കാൻ ശ്രമിക്കുന്നവർക്കും ഉണ്ടായേക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ജീവിതത്തിൽ നേരെയാവുക എന്ന് സോക്കോൾഡ് ആളുകൾ പറയുന്ന പോലെ നമുക്ക് എന്താണ് വേണ്ടത്? വലിയ ജോലി വേണം, കാര്യങ്ങൾ വേണം, ചുരുങ്ങിയ ഒരു LP സ്കൂൾ മാസ്റ്ററെങ്കിലും ജോലി വേണം. അങ്ങനെയുള്ള ഇതാണ് മിഡിൽ ക്ലാസ് സ്വപ്നത്തിന്റെ ഒരു രീതി. അതുകൊണ്ടൊന്നും നേടാൻ പോകില്ല. ബേബി അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിലേക്ക് പോയിരുന്നെങ്കിൽ KJ ബേബി എന്ന് നമ്മൾ അറിയുന്ന ഇയാൾ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെയും സമൂഹത്തിനും വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ജീവിത യാത്ര തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, വല്ലാത്ത പറയൂ. അദ്ദേഹത്തിന്റെ ജീവിത യാത്ര ആണ് ജീവിത അവസാനത്തേക്കാൾ പ്രധാനപ്പെട്ടത്. ആ, ഈ ആ ജീവിത യാത്രയാണ് ഞാൻ പൂർണ്ണമാണെന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കനവുകൾ ഇതുപോലെയുള്ള നിലനിൽക്കുന്ന വ്യവസ്ഥകളെ വെല്ലുവിളിക്കുകയും ധീരമായി പുതിയ കനവുകൾ കാണുകയും ചെയ്യുന്ന പരീക്ഷണങ്ങൾ വിജയപ്രദമാകുന്നത് കൊണ്ടല്ല അത് സാമൂഹ്യ പ്രസക്തമാകുന്നതും ഭാവിയിലും പ്രസക്തമാകുന്നതും. അത്തരം ഒരു പരീക്ഷണം നടത്തുവാനുള്ള ധീരത, എല്ലാ തിരുത്തലുകളും എന്താണ് പ്രശസ്തമായ ഒരു 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 കവിതയിൽ പറയുന്നത് പോലെ, അതായത് പരാജിതർക്കുള്ളതാണ് ഈ പരാജിതരാണ് സത്യത്തിൽ ലോകത്തെ മുന്നോട്ട് നയിച്ചത്, വിജയികളല്ല. ഈ പരാജയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ വലിയ ജീവിത പരീക്ഷണങ്ങളും അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയതും വയനാട്ടിൽ നടത്തിയതുമായ ആ പരീക്ഷണങ്ങൾ ആണ് ആ ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നാം ആഘോഷിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അതെ. അത് കാരണം ജീവിതം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സഞ്ചരിച്ച വഴികൾ നോക്കുമ്പോൾ എന്താ പറയാ, ബാക്കി വെച്ചിട്ട് പോയ സ്വപ്നങ്ങളുണ്ട്, കനവുകളുണ്ട്. കനവ് തന്നെയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വീടിന്റെ പേര് കനവ് എന്നാണ്. ഈ കനവ് എന്നുള്ള പേര് ഞാനും ഗീതയും അത് കടമെടുത്തതാണ് ശരിക്കും പറഞ്ഞത്. കാരണം ബേബിയേട്ടന്റെ കനവിനെ കുറിച്ചുള്ള സിനിമ ചെയ്ത ശേഷമാണ് ഞങ്ങളൊരു വീട് വെച്ചപ്പോൾ എന്താണ് അതിന് പേര് വേണ്ടത് എന്നാലോചിച്ചപ്പോൾ ഒരു സംശയമില്ലാതെ കനവ് എന്നുള്ള പേര് തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വപ്നമാണ്. ഒരു വ്യക്തിയോ കുറച്ച് ആളുകളോ ഒക്കെ ഇല്ലാതായി പോയാലും സ്വപ്നങ്ങൾ ബാക്കി നിൽക്കും. സ്വപ്നങ്ങളുടെ മലയിലേക്കുള്ള യാത്ര ബാക്കി നിൽക്കും എന്നാണ് തോന്നാറുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള ഒരു നാടകം 46, 47 കാലത്ത് ചെയ്തതാണ്. മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീകൾ തന്നെ സമ്പൂർണ്ണ സ്ത്രീ നാടകം എന്ന് പറയാവുന്ന, സ്ത്രീകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും പുരുഷ വേഷങ്ങളൊക്കെ അഭിനയിക്കുകയും ചെയ്ത നാടകം. അത് വലിയൊരു അത് അന്ന് ആ കാലത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും അന്ന് 10ഓളം സ്ഥലങ്ങളാണ് കളിച്ചു എന്ന് അവകാശപ്പെടുന്നത് സ്ത്രീകൾ. അത് പിന്നീട് ഒരുതരം മറവിയിലേക്ക് മാഞ്ഞു പോയ ഒരു സംഭവമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ വീണ്ടും ഡോക്യുമെന്ററി ആയി ചെയ്യുന്നു, നാടകമായി ചെയ്യുന്നു, അതിനെ കുറിച്ചുള്ള സിനിമ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പൊ തൊഴിൽ കേന്ദ്രത്തിലേക്ക് നാടകത്തിന് വലിയ പ്രസക്തി, അല്ലെങ്കിൽ ആ ശ്രമത്തിന്. അപ്പൊ വേണമെങ്കിൽ അന്ന് പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ സംഗതി തിരിച്ചു വരും, ചരിത്രത്തിൽ തിരിച്ചു വരുന്നുള്ളൂ, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ കനവാണെങ്കിലും, കനവിനെ സംബന്ധിച്ചിടത്തോളം കനവ് എന്നുള്ള സ്കൂൾ, സമാന്തര വിദ്യാഭ്യാസ കേന്ദ്രം അല്ലെങ്കിൽ ഗുരുകുലം എന്ന് പറയുന്ന ആദിവാസി വിദ്യാഭ്യാസ കേന്ദ്രം, അതിനെക്കുറിച്ചുള്ള സർക്കാർ തലത്തിൽ DPP നടപ്പാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ സർക്കാർ മാതൃകയായിട്ടെടുത്ത സ്കൂൾ ഈ കനവാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂളിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണലി തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സ്കൂൾ. അപ്പൊ നോക്കണം, അദ്ദേഹത്തിന് സ്കൂൾ ഉണ്ടാക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനെ നമ്മളന്ന് പറയാറുണ്ട്, നാടകീയ പോലെ ഒരു നാടകം ചെയ്ത ഒരാൾ, മാവേലിമറ്റം പോലെ ഒരു നോവൽ എഴുതിയ ഒരാൾ, കനവ് പോലൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം നടത്തിയ ഒരാൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഹാട്രിക് അടിച്ചിരിക്കുന്നു ആ സമയത്ത് തന്നെ എന്ന് പറയാറുണ്ട്. ഹാട്രിക് അടിച്ച് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഗൂഢാന്നുള്ള സിനിമയിലേക്ക് പോയി, സിനിമക്കാരനായി. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട് ഈ മനുഷ്യന്റെ. ഞാൻ അടുത്തുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന, നമ്മളെല്ലാവരും പരസ്പരം ഒബ്സർവ് ചെയ്യുമല്ലോ, ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഇദ്ദേഹത്തിന്റെ ലാളിത്യവും ആൾക്കാരോട് പെരുമാറുന്ന രീതികളും ഒരിക്കലും അയാളുടെ സെലിബ്രിറ്റി ആയിട്ടല്ല, വയനാട്ടിലെ സാധാരണ ജനങ്ങളോട്, ആദിവാസികളോട് പെരുമാറുന്ന രീതികളും. എന്നാൽ അദ്ദേഹം കടന്നു പോകുന്ന വഴികൾ നമുക്കിങ്ങനെ കൃത്യമായി എഴുതി വെക്കാവുന്ന നാടകീയമുണ്ട്, മാവേലി മന്ത്രമുണ്ട്, കനവ് സ്കൂളുണ്ട്, ഗുഡ സിനിമയുണ്ട്, കുഞ്ഞിമായൻ പറയുന്നത് എന്താണ് പറയുന്നത് എന്നുള്ള നാടകമാണ് അവസാനം ഒറ്റയാൾ നാടകം ചെയ്തുകൊണ്ടിരുന്നത്. പാട്ട് പാടാം, എങ്ങനെ ഇത്രയും സർഗാത്മകമായിട്ടുള്ള, ഇത്രയും സജീവമായിട്ടുള്ള. അപ്പൊ തോന്നിയ വെച്ചാൽ
ജീവിതത്തിനോടുള്ള പ്രണയം പോലെ തന്നെ മരണത്തിനോടുള്ള പ്രണയം കൂടുതലുണ്ടായേക്കാം മനുഷ്യന് എന്നാണ് ഉം. തോന്നുന്നത്. ഈ ഈ കുഞ്ഞിമായൻ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ കുഞ്ഞിമായൻ എന്നെ കുറിച്ച് ആ, പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ അവസാന നാടകം എഴുതുമ്പോൾ 1857 പോകുവാൻ ആം, ഏഹ്, ബേബിയെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും എന്നാണ് തോന്നുന്നത് ശശിക്ക്? ആ. ഇന്നലെ നമ്മളൊരു ചർച്ചയിൽ കുറെ പേര് പറയുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ പുറകോട്ട് സഞ്ചരിക്കും, പുറകിൽ നിന്ന് ചരിത്രത്തിന്റെ ഊർജം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പൊ നാടുഗതിക എന്ന് പറയുമ്പോഴും നാടുഗതിക ചരിത്രവും മിത്തും ഒക്കെ ഇടചേർന്നിട്ടുള്ള ആദിവാസി ജീവിതത്തിന്റെ രീതികളാണ്. ആ രീതികളിൽ നിന്നാണ് നാടുഗതിക എന്നുള്ള നാടകം ഉണ്ടാവുകയും പിന്നെ അതിൽ സഞ്ചരിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയില് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അന്ന് വലിയ അത്ഭുതമുണ്ട്. ആ നാടകത്തിനെ നിരോധിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരായിരുന്നു എന്ന് നയനാർ കൂടി സർക്കാർ. ചരിത്രത്തിൽ നയന സർക്കാരായിരുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഉം. അപ്പൊ ആ നാടകത്തിന്റെ ആദിവാസിയുടെ കറുത്തവന്റെ ചരിത്ര വീക്ഷണകോണിൽ നിന്ന് ചരിത്രത്തെ നോക്കിക്കാണുന്ന ഒരു നാടകം ചെയ്യുമ്പോൾ അദ്ദേഹം ആദിവാസി മിത്തുകളിലേക്ക് സഞ്ചരിക്കുന്നു, നമ്മുടെ ചരിത്രത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതിൽ നിന്നുള്ള ഊർജ്ജം എടുത്തുകൊണ്ടാണ് ഈ പുതിയ ആവിഷ്കാരത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അത് മാവേലി മറ്റു നോവലാണെങ്കിലും കുഞ്ഞുമായൻ നാടകമാണെങ്കിലും ഒക്കെ ആ രീതിയിലാണ്. അപ്പൊ നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് നിലനിന്നിരുന്ന നമ്മളെ പിന്നെ രീതികളിലെ വിദ്യാഭ്യാസ രീതികളും ഒക്കെ ഇപ്പൊ മാവേലിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാവേലിക്കൂട്ടം എന്ന് പറയുന്ന തുല്യതയുടെ മലയാളിയുടെ കമ്മ്യൂണിസ്റ്റ് സങ്കല്പം ആണ് ഈ ഓണം അല്ലെങ്കിൽ മാവേലി. അത് ഏറ്റവും കൂടുതൽ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നടപ്പാക്കിയുള്ള സ്ഥലം ആദിവാസികൾക്കിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഈ തുല്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാവേലിക്കൂട്ടമായിട്ടുള്ള നോവൽ എഴുതുന്നു. അപ്പൊ ഇന്നലെ ആരോ പറഞ്ഞ സംഭവം ഉണ്ട്, ശരിയാണ്. അദ്ദേഹം പല രീതിയിൽ സ്വയം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കാണുന്ന കാര്യങ്ങളെ സ്വയം ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല രീതികളിൽ. അപ്പൊ അതാണ് ഇവരിങ്ങനെ ചരിത്രത്തിൽ നിന്ന് വേരുകൾ തേടിപ്പോയി അതിലേക്ക് പുതിയ കാലത്തിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരാൾ. ഇതൊന്നും ഈ പറയുന്ന വാചകങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ ഈ വാചകം ആലോചിക്കുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടേ അല്ല അദ്ദേഹം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട്, ഇപ്പൊ വളരെ ഈ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന മാവേലി കാര്യങ്ങൾ. മെൻറോ അദ്ദേഹം എഴുതുമ്പോൾ തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നരവംശ ശാസ്ത്രപരമായിട്ടുള്ള ഒരു നോവലാണ് താൻ എഴുതുന്നത് എന്നുള്ള ആ. അത്തരം ഒരു ബോധ്യത്തോടെ അല്ലല്ലോ അത് ചെയ്യുന്നത്. അത് ബോധ്യവും ഇല്ല, ബാധ്യതയില്ല. ബാധ്യതയില്ല. ബോധ്യവുമില്ല, ബാധ്യതയില്ല. അതെ, ബാധ്യതയില്ല. നായനാർ സർക്കാരിൻ്റെ സമയത്താണ് നാടുകത്തിക നിരോധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ KJ ബേബി ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നതുമായിരിക്കും. പക്ഷേ എൻ്റെ ചോദ്യം, ഞാൻ ഈ മുഖ്യധാര രാഷ്ട്രീയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ഞാൻ ഈ അധികാരധാര രാഷ്ട്രീയം എന്നാണ് ഈ സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്. ഈ അധികാരധാര രാഷ്ട്രീയത്തിൻ്റെ അമിത സ്വാധീനം സാംസ്കാരിക തലത്തിലും സാമൂഹ്യ തലത്തിലും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളം. ഈ അധികാരധാരാ രാഷ്ട്രീയത്തിൻ്റെ ആ ധാരയിൽ നിന്നും മാറി നിൽക്കാനുള്ള സ്ഥൈര്യം, അതായത് ആ സ്ഥായിയായിട്ടുള്ള ഒരു ഭാവം, അതാണ് ഇദ്ദേഹത്തിനിൽ ഈ നമ്മുടെ സാധാരണ സാമൂഹ്യ പാഠത്തിൽ നിന്നും ഇദ്ദേഹത്തിലേക്ക് വരുമ്പോഴുള്ള പാഠഭേദം എന്ന് പറയുന്നത് ഈ സ്ഥായിയായി ഈ മുഖ്യധാര അല്ലെങ്കിൽ അധികാരധാര രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയും എന്നാൽ വലിയ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി ഒരു എഴുത്തുകാരനും നാടകകാരനും ഗായകനുമൊക്കെയായി തുടരുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം മേധാപത് കരടുകൾ പോയി അദ്ദേഹം നർമ്മദാ ആന്തോളനിൽ പങ്കെടുത്ത കാര്യം നമുക്കറിയാം. അതിനു മുൻപ് അദ്ദേഹത്തിന് കേരളത്തിലെ നക്സൽ മൂവ്മെൻറ്റുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഈ ബേബിയിൽ രാഷ്ട്രീയമായ പരിണാമം എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അത് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമായ പരിണാമം എന്ന് പറയുന്നത് ബേബിയേട്ടനെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ഏതെങ്കിലും ML പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഒക്കെ പേരിൽ പറയുന്ന ഒന്നേ അല്ല. അത് ജീവിതത്തിൽ സംശീകരിച്ചിട്ടുള്ള അധസ്ഥിത ആദിവാസി ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീക്ഷണമാണത്.
അത് ഒരു പ്രത്യേക പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. ഉം. അന്ന് ആ സാഹചര്യത്തിൽ പിന്നെ നാടുഗതിക ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയതും ജനകീയ സാംസ്കാരിക വേദി പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ് എന്ന് ശരിയാണ്. ഡിബേറ്റിനെ സംബന്ധിച്ചോളം ഏഹ്, വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയും ഓർമ്മകളൊക്കെ ആയിട്ട് പറയുന്നത് വർഗീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഉം. വർഗീസിന് അടിയോരുടെ പെരുമൻ എന്ന് പറയുന്ന വയനാട്ടിൽ തന്നെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള രണ്ട് ഈ ഇത്തരം ചിന്തകളുള്ള ആൾക്കാർ വർഗീസും പിന്നെ ഈ കാലത്ത് ബേബിയേട്ടനും ആണുള്ളത്. ഉം. അപ്പൊ അധികാര രാഷ്ട്രീയത്തിലോട്ട് കലഹിക്കുകയാണെന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതാ ഞാൻ അധികാര രാഷ്ട്രീയത്തിലോട്ട് കലഹിക്കുകയാണെന്നുള്ള ഒരു പുറപ്പാട് ഒന്നും നടത്തിയിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. ഉം. അദ്ദേഹത്തിന് വളരെ സത്യസന്ധമായി ജെനുവിനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും നാടകമാണെങ്കിലും എല്ലാ സിനിമയാണെങ്കിലും ഒക്കെ തന്നെ. ഇപ്പൊ ഞാൻ പറയാം, കനവ് ചെയ്യുന്ന സമയത്ത് കനവ് മലയിലേക്കുള്ള സിനിമ ചെയ്യുന്ന സമയത്താണ് വിവേകിനായിട്ടുള്ള രണ്ടാമത്തെ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം എനിക്കുണ്ടാവുന്നത്. ആദ്യം നാടകീയ നാടകം കാണുന്നത് എൻ്റെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സമയത്താണ്. അന്ന് ഞാൻ ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടന ML പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജില്ലാ സമ്മേളനത്തിന് നാടകീയ നാടകം കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ പട്ടാമ്പി പള്ളിപ്പുറം എന്ന സ്ഥലത്ത് ഒരു സമ്മേളനം നടക്കുമ്പോൾ ആണ് ഞാൻ ബേബിയേട്ടൻ സംഘത്തിനെയും ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അതിനുശേഷം പലപ്പോഴും ഇവരുടെ നാടകത്തിലൂടെ സഞ്ചരിക്കാനും അതുപോലെ അവരുടെ ഗാനമേളകൾ കനവ് തുടങ്ങിയപ്പോൾ ഗാനമേളകളുടെ കൂടെ സഞ്ചരിക്കാനും ഒക്കെ അവസരം ഉണ്ടായി. പ്രത്യേകിച്ചും കനവിന്റെ കാര്യങ്ങളായപ്പോഴേക്കും കനവിനെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാനുള്ള മോഹങ്ങൾ ഞാനും ക്രമേണ സിനിമയിലേക്ക് എത്തുന്നു. അപ്പൊ എന്റെ ഭാര്യ ഗീതയ്ക്ക് പിന്നെ അവൾ ചെയ്യുന്ന ഒരു പ്രബന്ധം, ഒരു തീസീസ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള തീസീസാണ്. അപ്പൊ അതിന് കനവായിരിക്കണം മാതൃക, കനവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ചെയ്യണം എന്നുള്ള ധാരണ അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കനവിൽ പോയി താമസിക്കുകയും അവിടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തു. അപ്പോഴാണ് ഇതൊരു നല്ല ഡോക്യുമെന്ററിക്കുള്ള മെറ്റീരിയൽ കൂടിയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ കാണാത്ത വ്യത്യസ്തമായിട്ടുള്ള ബേബിയുടെ കലഹങ്ങളും പറയേണ്ടതുണ്ട് ഇപ്പൊ. അപ്പൊ ബേബിയേട്ടൻ ഇങ്ങനെ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പൊ ഞാൻ പറയും, എന്റെ ജീവിതത്തിൽ ഈ മിഡിൽ ക്ലാസ് മധ്യവർഗ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണ്, എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഏഹ്, കൂടെയുള്ള ആളുകൾക്കും നഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവിന് കൂടിയാണ് ഞാനത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ മെയിൻ സ്ട്രീം സൊസൈറ്റി എന്താണ് ആദിവാസികൾക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കർശനമായ തിരിച്ചുള്ള ചോദ്യമാണ്. ഒരുപക്ഷെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകില്ല എന്ന് തന്നെ തോന്നിപ്പോയ അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ഈ പറഞ്ഞ മാതിരി ഈ വൈകാരികമായിട്ടുള്ള സർഗാത്മകമായിട്ട് മനുഷ്യന്റെ ഇഷ്ടങ്ങളോ പോലെ തന്നെ അത്രയുള്ള കലഹങ്ങളും ഇപ്പുറത്തുണ്ട്. അപ്പൊ വളരെ സെൻസിറ്റീവായിട്ട് മനസ്സാണ് അതിലൂടെ സഞ്ചരിച്ച് കനവ് എന്നുള്ള സ്വപ്നം എങ്ങനെയാണ് ഈ ഡോക്യുമെന്ററി ചെയ്യുക എന്നുള്ളത്. ഡോക്യുമെന്ററി ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ചെയ്തത്. കാരണം ഓരോ തവണ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ വയനാട്ടിലേക്ക് ബൈക്കിൽ പോയിട്ട് വയനാട്ടിൽ പോയി ബേബിയേട്ടനായിട്ടുള്ള പല സിറ്റിങ്ങുകൾ അങ്ങനെ സ്ക്രിപ്റ്റഡ് ആക്കിയിട്ടാണ് ഈ ഡോക്യുമെന്ററി ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം കനവ് മലയിലേക്ക്, സ്വപ്നത്തിന്റെ മലയിലേക്കുള്ള ഒരു യാത്രയാണ്. എങ്ങനെയാണ് സ്വപ്നത്തിനെ ഡോക്യുമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വപ്നത്തിനെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളൊരു വിഷയം പ്രധാനമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും അതിന്റെ കൂടെ കനവ് മലയിലേക്ക് എന്ന് പറയുമ്പോൾ കനവ് സ്കൂൾ മാത്രമല്ല വന്നത്. നാടകീയ നാടകം തുടങ്ങിയിട്ടുള്ള വേലിമറ്റം നോവൽ തുടങ്ങിയിട്ടുള്ള ഈ ചരിത്രം മുഴുവൻ അതിന്റെ കൂടെ വരികയും അങ്ങനെ നമ്മൾ കാണുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മളൊക്കെ ഈ സഞ്ചരിച്ച വഴികൾ മുഴുവൻ ഉട്ടോപ്യൻ ആയിട്ടുള്ള റൊമാൻറ്റിക് കാൽപ്പനികമായിട്ടുള്ള സ്വപ്നങ്ങളിലൂടെ ആയിരുന്നു എന്ന് തോന്നാറുണ്ട്. അതിന് എൻ്റെ ജീവിതം അതിനേക്കാൾ വളരെ ചെറിയൊരു സംഗതിയാണ് വീട്ടിനെ കേട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. പക്ഷേ പലപ്പോഴും തോന്നിയിട്ടുള്ള തൊഴിൽ കേന്ദ്രത്തിലേക്ക് നാടകത്തിനെ കുറിച്ച് സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നു, കനവിനെ കുറിച്ച് സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാം റൊമാൻറ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങളായിരുന്നു, ഉട്ടോപ്യനാണെന്ന് പലരും പറയുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ ഇതാണ് എപ്പോഴും പുതിയ വഴി തുറക്കാനും പുതിയ അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുക. അതിനുവേണ്ടി കൊടുക്കുന്ന ത്യാഗങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒരുപക്ഷെ ബേബിയേട്ടനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു ജീവത്യാഗം പോലും അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കാം. ഈ കണ്ണൂരിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് കണ്ണൂരിൽ നിന്നും 70കളുടെ ആദ്യം ഈ നടവയലിൽ വന്ന ബേബി ആദിവാസി അല്ലായിരുന്നു. ഈ ഒരു കോൺഫ്ലിക്റ്റ് ബേബി തന്നെ പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഈ ഭീകരമായ മർദ്ദനം, പോലീസ് മർദ്ദനം ആദിവാസികൾക്ക് ഏൽക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ട് അവസാനം ബേബി തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ആദിവാസികൾ ബേബിയെ വീണ്ടും വിശ്വാസത്തിൽ എടുക്കുവാൻ കാലതാമസം നേരിട്ടതും ബേബി നേരിട്ട ആത്മസംഘർഷങ്ങളുമൊക്കെ അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു ആദിവാസി അല്ലാതിരിക്കുകയും അവിടെ വയനാട്ടിലേക്ക് വരികയും ചെയ്ത ഒരാൾ എങ്ങനെ എത്രമാത്രം ഒരു താതാത്മ്യം ഈ ആദിവാസി സമൂഹവുമായിട്ടുണ്ടായി, ആദിവാസി സമൂഹം
ബേബിയെ അവരിൽ ഒരാളായി കാണത്തക്ക രീതിയിലേക്കുള്ള ആ മാറ്റം എങ്ങനെയാണ് ഉണ്ടായതെന്ന് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഈ സംഘർഷം ബേബിയേട്ടനും ഉണ്ടായിരുന്നിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഒരു ഫെമിനിസ്റ്റ് നിലപാടുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുകയും പുരുഷന്മാരായിട്ടാണ് നമ്മൾ. പക്ഷേ ഞാനൊക്കെ ആ ഇത്തരം മൂവ്മെന്റുകളുടെ കൂടെ പിന്നെ കുറെ സഞ്ചരിച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഉള്ളിൽ തന്നെയുള്ള പുരുഷ മേധാവിത്വം ഉള്ളത് ഉണ്ടത് സത്യമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഫൈറ്റ് നിരന്തരം നടന്നാൽ മാത്രമേ നമുക്കായിട്ട് താതാത്മ്യപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് ഉറപ്പായിട്ടുള്ള കാര്യം. അപ്പൊ ആ ഒരു അവകാശം ഗീതയ്ക്കുണ്ട്. ഗീത ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവളുടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ ഫെമിനിസ്റ്റ് ആണെന്ന് അവകാശപ്പെടുന്ന പുരുഷന്മാർക്ക് ഈ കൺഫ്യൂഷൻ, ഈ കോൺട്രഡിക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ആദിവാസി അല്ലാത്ത ഒരാൾക്ക് ആദിവാസി ജനതയുടെ കൂടെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നേരിടേണ്ടി വരും തന്നെയാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആദിവാസി ജനതയെ സംബന്ധിച്ചിടത്തോളം നിരവധി കാലം ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ട് പല രീതിയിലുള്ള ആളുകൾ വന്നിട്ട് അവിടെ വിശ്വാസത്തിൽ ആളുകൾ എത്തിപ്പെടുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. കാരണം അങ്ങനെയാണ് എല്ലാവരും വന്ന് പറ്റിച്ചു പോകുന്ന ഒരു ജനതയാണ്. പക്ഷെ എനിക്ക് കനകമലയിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് താതാത്മ്യം പ്രാപിച്ചത് എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഞങ്ങൾ ഫ്രെയിം വെച്ചിട്ട് ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അവളെ കനവുമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അവള് കാലിന്റെ അവിടെ ഇങ്ങനെ എന്തോ താഴേക്ക് തട്ടുന്ന പോലെ കണ്ടു. അപ്പോ ക്യാമറ റണ്ണിങ് ആണ്, ആക്ഷൻ പറഞ്ഞിരിക്കുകയാണ്, അവൾ പറഞ്ഞോളാം അവളോട് പറഞ്ഞിരിക്കുകയാണ്. ബേബിയേട്ടൻ പെട്ടെന്ന് ഫ്രെയിമിലേക്ക് ചാടി വീണ് അവളുടെ കാലിന്റെ മുകളിൽ കുറെ ഉറുമ്പുകൾ, 10-20 ഉറുമ്പുകൾ കയറിയിരിക്കുകയാണ്. അത് വളരെ വേഗത്തിലും എന്നാൽ അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലും അതിങ്ങനെ തട്ടിക്കളയുന്നു. അപ്പൊ ഞാൻ ബേബിയുടെ ഫ്രെയിം, ക്യാമറ റണ്ണിങ് ആണ്, ഫിലിമാണ്, ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്താ കട്ട് ചെയ്തു. വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ സിനിമയൊക്കെ രണ്ടാമത്തെ കാര്യമുള്ളൂ. ഈ ഉറുമ്പ് കടിച്ചാല് അത് വിഷം കയറിയിട്ട് പിന്നെ കുറച്ച് ദിവസം ആശുപത്രിക്ക് എടുക്കാം, പിന്നീട് വലിയ പ്രശ്നമാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ ഫ്രെയിമിലേക്ക് ചാടി വീഴുന്ന ബേബിയേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് അവിടുത്തെ ജീവിതവും അവിടുത്തെ കാടും അവിടുത്തെ കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ആ അർത്ഥത്തിലുള്ള ഒരു താതാത്മ്യം പ്രാപിക്കൽ തന്നെയാണ് അതിനകത്ത് സംഭവിക്കുന്നത്. പക്ഷെ ആ താതാത്മ്യം പ്രാപിക്കുന്നതിന് ഉള്ളിൽ തന്നെ ഈ പറഞ്ഞ മാതിരി കണ്ണൂരിൽ നിന്ന് മാവടിയിൽ നിന്ന് വയനാട്ടിലെത്തിയ ആള് ഷെർലിയേച്ചി എന്നുള്ള ഷെഡിയമ്മ, കോളേജ് ടീച്ചറായിട്ടുള്ള അവരും അവരുടെ കുടുംബം, കുട്ടികൾ രണ്ടുപേരും കനവിൽ തന്നെ ജീവിക്കുകയും കനവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ആ മാറ്റം വരാനായിട്ട് വലിയ പ്രോസസ്സുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ കോൺഫ്ലിക്റ്റുകൾ, ഈ ഫൈറ്റുകൾ സ്വയം നടന്നിട്ട് ഉള്ളിൽ തന്നെ നടന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ ബേബേട്ടിന്റെ ഉള്ളിൽ ഇത്രയും സംഘർഷങ്ങൾ നമുക്ക് നേരിട്ട് അറിയാനേ പറ്റില്ല, ആളെ കാണുമ്പോൾ അറിയാനേ പറ്റില്ല. വയനാട്ടിലെ പ്രളയ ദുരന്തത്തിന് ഒരു 3-4 ദിവസം എന്നെ വിളിച്ചിരുന്നു. എന്നെ കണ്ട് കുറച്ച് ദിവസമായല്ലോ. പിന്നെ നമുക്ക് അടുത്ത ബേബേട്ട് സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ലൂയിസ് എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു സബ്ജക്റ്റ്. അപ്പൊ ലൂയിസ് ഒരു കുടിയേറ്റ കർഷകനാണ്. കുടിയേറ്റ കർഷകൻ അവരെ കുടിയിറക്കുന്ന സമയത്ത് ലൂയിസ് മണ്ണെണ്ണ ഒഴിച്ച് സ്വയം ജീവൻ കൊടുത്തിട്ടാണ് കുടിയിറക്ക് നിർത്തുന്നത്. അത് ചരിത്ര സംഭവമാണ്. അപ്പോൾ ലൂയിസ് എന്തിനാ ആത്മഹത്യ ചെയ്തുള്ള ഒരു സ്ക്രിപ്റ്റ്, സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നീ വരണമെന്ന് കുറച്ച് നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം വയനാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ പ്രളയ ദുരന്തത്തിന് 2-3 ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായാലും വരാൻ പറഞ്ഞിട്ടൊക്കെ വിളിച്ചു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ സംഘർഷങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ കനകമലയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ സുഹൃത്ത് ടോമി മാത്യു, അന്ന് ശിവചന്ദ്രൻ വളരെ സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കാലത്ത് ടോമിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ടോമി ഞാനും കൂടെ ഇപ്പോൾ ആലോചിച്ചിട്ട്, സിവിക്കൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹത്തിനെ കുറിച്ച്, ബേബിയേട്ടനെ കുറിച്ചുള്ള ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററി ചെയ്യാൻ നിൽക്കുകയായിരുന്നു ഇപ്പോൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കനവിന്റെ റീവിസിറ്റ് പോലെ, അല്ലെങ്കിൽ കനവുമലയിലേക്ക് എന്നുള്ള സിനിമയുടെ റീവിസിറ്റ് പോലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം നോക്കി കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിട്ട് ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററി ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അത് തുടങ്ങാൻ പോകുന്നു കമ്മിറ്റ് ചെയ്യാന്നൊക്കെ ആയിട്ടില്ല. കുറച്ചും കൂടെ അതിന് പ്രോസസ്സുകൾ ബാക്കിയുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററിയിലേക്ക് കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ സംഭവിച്ചൊരു അപകടം മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള ഈ നടക്കാത്തൊരു ഒരു പ്രതീക്ഷ ഇങ്ങനെ മനസ്സിലുണ്ട്, ഒരു വിഷമവും മനസ്സിലുണ്ട് കാര്യമായിട്ട്. അപ്പൊ അങ്ങനെയാണ് അത്. ഇപ്പൊ ഗോരക്ഷൻ ചോദിച്ച കാര്യത്തില് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജാതി എന്ന് പറയുന്ന സംഭവം, ജാതി വിരുദ്ധമായിട്ട് നിലപാടെടുക്കുന്ന ഞാൻ, ജാതി വിരുദ്ധ മതേതരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ് ഫാമിലിക്കകത്ത്. എൻ്റെ മക്കൾക്ക് ജാതി മതവും ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ പറയുമ്പോഴും ഞാൻ എന്നുള്ള മനുഷ്യന്റെ ഉള്ളിലുള്ള ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ജാതിയുടെ ബോധങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവും. അതിനായിട്ട് നിരന്തര സമരം നടത്തിക്കൊണ്ട് മാത്രമേ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാറാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ മാതിരി പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ആദിവാസി അല്ലാത്തവരുടെ ആദിവാസി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോണ്ടാവുന്ന, ഇതേപോലെ തന്നെയാണ് വർഗീസിനെ കുറിച്ച് പറയുമ്പോഴും. വർഗീസ് ആദിവാസിയല്ല, പക്ഷെ വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ അപ്പൊ ആ സംഘർഷങ്ങൾ നേരിട്ട് എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ പ്രളയ
ഈ വയനാട്ടിലെ പ്രളയത്തിൻ്റെ സമയത്തും ഒക്കെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ തീവ്രമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുകയും അതിനുശേഷം മെധാപത്കറെ പോലെയുള്ള ഒരു ഗാന്ധിയൻ ധാരയിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന മെധാപത്കറുടെ കൂടെ പോയി താമസിക്കുകയും ആ സമരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്ന KJ ബേബി, അദ്ദേഹത്തിൻ്റെ ഈ പരിസ്ഥിതി രാഷ്ട്രീയം, ഈ വയനാട്ടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ ഈ പരിസ്ഥിതി രാഷ്ട്രീയം എന്തായിരുന്നു? പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന, പ്രകൃതിയിൽ നിന്ന്, പ്രകൃതിയുടെ ഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുമ്പോഴും പ്രകൃതിയിൽ നിന്ന് വേറിട്ടുള്ള, പ്രകൃതിയെ നന്നാക്കാനും നശിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു ജീവിയാണല്ലോ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനങ്ങൾ പോലെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പോലെയും ഒക്കെ തന്നെ പ്രധാനമാണ് പ്രകൃതി. തീർച്ചയായിട്ടും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ തീവ്ര ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ വേണുഗോപാൽ മുന്നോട്ട് വെക്കാറുള്ള ഒരു നിലപാടുണ്ട്. വർഗീയതരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള, വർഗസമരം എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ വർഗീയതരമായിട്ടുള്ള സമരങ്ങളെ കുറിച്ചുള്ള നിലപാടുകൾ. ഇപ്പോൾ ജെൻഡർ ഇഷ്യൂ, തീർച്ചയായിട്ടും സ്ത്രീകളുടെ പ്രശ്നം, ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രശ്നമൊക്കെ തന്നെ ജെൻഡർ ഇഷ്യൂസ് മുഴുവൻ വർഗീയതരമായിട്ട് നിലപാടിൽ കാണേണ്ടതാണ്. പ്രകൃതിയുടെ പ്രശ്നം വർഗീയതരായിട്ട് കാണേണ്ടതാണ്. മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ യോഗ്യനാണെന്ന് പറയുന്നത് എത്ര അബദ്ധമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ജാതി പ്രശ്നങ്ങളെ കുറിച്ച്, സ്വത്ത് രാഷ്ട്രീയത്തിനെ കുറിച്ച് വർഗീയതരമായി കണ്ട വിഷയങ്ങളാണ്. ഭാഷാ പ്രശ്നങ്ങൾ വർഗീയതരായിട്ട് കണ്ട വിഷയങ്ങളാണ്. അത്തരം ഒരു നിലപാട് ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ചോദിച്ചിട്ട് തീവ്ര ഇടതുപക്ഷ നിലപാടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പിന്നീട് ഗാന്ധിയൻ സമരത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള, എനിക്ക് തോന്നുന്നു ഈ കാലത്ത് ആവശ്യമുള്ള ജനാധിപത്യ അന്വേഷണത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. ഗാന്ധിയെ നമ്മൾ പണ്ട് മനസ്സിലാക്കിയ പോലുള്ള അതേ ഗാന്ധിയിലേക്ക് ചേരുന്നതിന് പകരം ഇവിടെയുള്ള പ്രോസസ്സിലൂടെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് തോന്നുന്നു. ആ തരത്തിലുള്ള ഈ പറഞ്ഞ തിയറട്ടിക്കൽ ജാർഗൻസിന്റെ ഒന്നും ബാധ്യതകളില്ലാതെ ബേബിയേട്ടൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴി തന്നെയാണ് പ്രകൃതിയുടെയും പിന്നെ ആദിവാസി ജീവിതത്തിന്റെയും ഒക്കെ ആയിട്ടുള്ള പാട്ടുകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ രീതിയിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് കാലത്ത് മുഴുവൻ. ഈ കനവ് എന്ന് പറയുന്ന ഈ വിദ്യാലയ പരീക്ഷണം, ഇത്തരം സമാന്തരം എന്നല്ല പറയേണ്ടത്, ഇതുപോലെയുള്ള ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ ഒരു മുഖ്യധാരയായിട്ട് മാറില്ല. അത് ലോകത്തിൽ ഒരിടത്തും മാറില്ല. ഇതൊക്കെ ഒറ്റപ്പെട്ട പരീക്ഷണങ്ങളായിട്ട് തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ ഈ കനവ് എന്ന് പറയുന്ന വിദ്യാലയ പരീക്ഷണത്തിൽ നിന്നും കേരളത്തിൻ്റെ പൊതുസമൂഹവും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ അധികാര പീഠങ്ങളുമൊക്കെ എന്തെങ്കിലും അംശങ്ങൾ സ്വാംശീകരിച്ചോ കഴിഞ്ഞ കാലങ്ങളിൽ? കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതായത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കനവ് തുടങ്ങുന്ന തുടങ്ങിയ ശേഷമുള്ള സമയങ്ങളിൽ DPP പോലെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ അതിന് മാതൃകയായിട്ട് അവർ എടുത്തിട്ടുള്ളത് കനവിനെയായിരുന്നു. അതിന് പഠിക്കാൻ വേണ്ടി ചെല്ലുകയും എങ്ങനെയാണ് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കുക എന്നതിനെ കുറിച്ച്. പക്ഷെ അതെപ്പോഴും മെയിൻ സ്ട്രീമിലേക്ക് വരുമ്പോഴേക്കും സംഭവിക്കുക ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള, വെള്ളം ചേർത്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും പൊതുവിദ്യാഭ്യാസത്തിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ സ്കൂളിംഗ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റാത്തതാണെങ്കിലും എങ്ങനെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ജനാധിപത്യപരമാക്കാം, അതിന്റെ കൂടെ രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെ ജനാധിപത്യപരമാക്കാം. കാരണം ഇത് അതിന്റെ വ്യത്യാസം. ഗീത നടത്തിയ അതിന്റെ പഠനത്തിൽ തന്നെ അവള് പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ള ഞാൻ അവളുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് അത് നേരത്തെ നമ്മളൊക്കെ കണ്ട മാതിരി ഒരുപക്ഷെ പോലീസുകാരെ കണ്ട പേടിക്കുന്ന പോലെ, ഡോക്ടർമാരെ കണ്ട പേടിക്കുന്ന പോലെ അധ്യാപകരും പേടിക്കേണ്ട വിഭാഗമായിരുന്നു നേരത്തെ. പക്ഷെ അതിനെ കുറച്ചുകൂടി ജനാധിപത്യവൽക്കരിക്കാൻ മുഴുവനായിട്ടല്ല, കുറച്ച് പേർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും സുഹൃത്തുക്കളാണ് എന്നുള്ള നിലയ്ക്ക് എത്താനെങ്കിലും. എന്നാലും അത് പഠിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണോ, ഇങ്ങനെ തന്നെയാണോ പഠിക്കേണ്ടത് ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബാക്കി നിൽക്കുകയാണ്. ഒരു പക്ഷെ അത്തരത്തിലുള്ള അതിനെ ഒന്ന് ചില വിദ്യാഭ്യാസത്തിന്റെ മൂല്യബോധങ്ങളെ ശരികളെ കുറിച്ച് തട്ടിച്ചു നോക്കാനുള്ള ഒരു അളവുകോലായിട്ടെങ്കിലും കനവ് മാറുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ഇപ്പൊ ഈ നേരത്തെ കോറക്ഷൻ പറഞ്ഞായിട്ട് ചേർത്ത് പറയുമ്പോൾ ഇത്തരം നടക്കാത്ത സ്വപ്നങ്ങൾ, റൊമാൻറ്റിക് ആയിട്ടുള്ള ഉട്ടോപ്യൻ ആയിട്ടുള്ള സ്വപ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ചരിത്ര കാലത്ത് മുഴുവൻ ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക മൂല്യങ്ങളിൽ നക്സലൈറ്റ് വിഭാഗത്തിന്റെ ചില മൂല്യബോധങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇപ്പോഴും തട്ടിച്ചു നോക്കേണ്ട വിഷയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ അത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള എന്തൊക്കെ പരീക്ഷണങ്ങൾ മുന്നോട്ട് പോലും സംഭവിച്ചാലും അത് തീർച്ചയായിട്ടും കനവ് ഉയർത്തിയ ചില മൂല്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ഈ ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ സത്യവും ധീരതയും പരീക്ഷണവും എന്നുള്ളത്. ഇത് ഇദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ നാടുഗദ്ദിയെക്കുറിച്ച് സംസാരിച്ചു, മാവേലി മன்றത്തിനെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകത്തിനെക്കുറിച്ച് സംസാരിച്ചു, ആ, കുഞ്ഞിമായൻ എന്തായിരിക്കാം പറഞ്ഞതെന്നുള്ള അതിനെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര രംഗത്തുള്ള ഇതിനെക്കുറിച്ച് സംസാരിച്ചു, കനവ് സ്കൂളിനെക്കുറിച്ച് സംസാരിച്ചു, അതൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയം കാലത്തുണ്ടായിരുന്ന ബേബിയേട്ടനെ കുറിച്ച് സംസാരിച്ചു, മെധാപത്കറുടെ പോയ ബേബിയേട്ടനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത്, ഏത് KJ ബേബിയാണ് തിരുവണ്ണാമലയിൽ പോയത്? ഒരു വലിയ ചോദ്യമാണ് തിരുവണ്ണാമലയിൽ പോകുന്ന സംഭവത്തിനെ കുറിച്ച്. ഇത് നേരത്തെ ഇപ്പൊ ഞാൻ സമാനമായിട്ട് ഇന്റർവ്യൂ നടത്തുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കെ വേണുവിന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള. അപ്പൊ കുറ്റിപ്പുഴ മാരാര് കുട്ടികൃഷ്ണമാരാര് പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീത 20-ാം നൂറ്റാണ്ടിലുള്ള പുസ്തകം എഴുതിയിട്ടുള്ള കെ വേണുവിനെ പറ്റിയിട്ട്, ഇയാളൊരു ഭൗതികവാദിയല്ല, ഇയാളൊരു ആത്മീയവാദിയാണ് ഉണ്ട് എന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ടായിരുന്നു ആ സംബന്ധിച്ച്. അപ്പൊ ഇതുപോലെ തിരുവണ്ണാമലയിൽ പോകുന്ന ബേബിയേട്ടനെ സംബന്ധിച്ച് അത് മാത്രമല്ല, ഞാനിപ്പോ അത് ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ പറയാൻ ആലോചിച്ചൊരു കാര്യം, നർമ്മദാ പരിക്രമൺ എന്ന് പറഞ്ഞ പരിപാടി, അതായത് അതെ. നർമ്മദയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിക്കുകയും നിരവധി സ്റ്റേറ്റുകളിലൂടെ കടന്നുപോയിട്ട് അതിന്റെ മറുവശത്തൂടെ തിരിച്ച് അവിടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു യാത്ര. ആ യാത്ര ബേബിയേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേബിയേട്ടന്റെ അന്വേഷണങ്ങൾ എന്നുള്ളത് ഏതെങ്കിലും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തത്തിന്റെ പേരിൽ മാത്രമോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നില്ല. അയാൾ ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ആത്മീയതയുടെ രീതിയിൽ ഉണ്ടായിരിക്കാം, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. ആത്മീയത എന്നതിനേക്കാൾ അന്ന് ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് തിരുവണ്ണാമല പോയി. പിന്നെ മൂത്ത മകള് ഇപ്പൊ അവിടെയാണ്, തിരുവണ്ണാമലയാണ്. അപ്പൊ അദ്ദേഹം അവിടെ താമസിക്കുകയും, എനിക്ക് തോന്നുന്നത് ഈ എത്രത്തോളം ആക്റ്റീവ് ആവുന്ന അതിന് അതേപോലെ തന്നെ ഉൾവലിയാനുള്ള സംഗതി ഉണ്ടാവും അതിനകത്ത്. അങ്ങനെ ഉണ്ടായേക്കാം. ഇത്തരം ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് കണിശമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഫ്രെയിമുകൾ ഉണ്ടാവണം എന്ന് പോലും നിർബന്ധമില്ല ഇപ്പൊ ശരിക്കും. അവരെ കമ്മിറ്റ്മെന്റുകൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തം മുഴുവൻ പഠിച്ചിട്ടോ ഒന്നും അയക്കണമെന്നില്ല ചിലപ്പോൾ. അപ്പൊ അവരങ്ങനെ ചെയ്യുന്നതിന്റെ അവരുടെ ശരികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആകുലതകളും മനസ്സിലുണ്ടാവും, അതിന്റെ അന്വേഷണങ്ങളും മനസ്സിലുണ്ടാവും. അത് ആത്മീയമായ തലങ്ങളിലാണെങ്കിലും ഭൗതികമായ തലങ്ങളിലാണെങ്കിലും ഒക്കെ നടക്കട്ടെ. അതാണല്ലോ ജനാധിപത്യം. അതാണ് ജനാധിപത്യം. അപ്പൊ തിരിച്ചും വേറെ അവസ്ഥയിലേക്ക് പോകാനുള്ള എന്റെ സ്വാതന്ത്ര്യം കൂടിയാണല്ലോ ജനാധിപത്യം. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഒരു ML മൂവ്മെന്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഇടതുപക്ഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ നിശ്ചയമായ ഫ്രെയിം വർക്കിൽ നിൽക്കൽ മാത്രമല്ല ജനാധിപത്യം, അതിന് മാറിപ്പോകാനുള്ളത് കൂടി ഉണ്ടല്ലോ. നമുക്ക് ഈ KJ ബേബിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ ചെറിയ സംഭാഷണം അവസാനിക്കുമ്പോൾ എനിക്ക് മുക്തിബോധ്, ഹിന്ദി കവിയായിരുന്ന മുക്തിബോധിൻ്റെ അതിപ്രശസ്തമായ 2 വരികളാണ്. ഈ വരികൾ ഞാൻ KJ ബേബിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ജോ നഹി ഹോ സകെ പൂർണ്ണ കാം മേ ഉൻകോ കർത്താ ഹും പ്രണാം എന്നാണ്. ജോ നഹി ഹോ സകെ പൂർണ്ണ കാം മേ ഉൻകോ കർത്താ ഹും പ്രണാം. പാതി വഴിക്ക് മുടങ്ങിപ്പോയവർക്കാണ് എൻ്റെ പ്രണാമം എന്നാണ് മുക്തിബോധിൻ്റെ ഈ കവിത. ചരിത്രത്തിലെ എല്ലാ ആദിവഴി നിന്നുപോയ പരീക്ഷണങ്ങൾക്കും ഉള്ള മാതൃകയായിട്ട് KJ ബേബി എന്ന് പറയുന്ന ഈ മനുഷ്യസ്നേഹി ഓർമ്മയിൽ നിൽക്കും എന്നുള്ള അവസാന വാചകങ്ങളോടുകൂടി നമുക്ക് ഈ സംഭാഷണം നിർത്താം. ഇത്രയും സമയം ദില്ലി ദാലിക്ക് വേണ്ടിയും താങ്കളുടെ സ്നേഹിതനായ KJ ബേബിക്ക് വേണ്ടിയും നൽകിയതിനുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. സന്തോഷം. വിവേകിനെ എപ്പോഴും ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിവേകിന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഗോപാലകൃഷ്ണനെ ഇക്കാര്യം സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു.